ഭരണഘടനാ സാക്ഷരത നേടിയ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കോളേജിനെ പരിചയപ്പെടാം. മലയിൻകീഴ് മാധവകവി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജാണ് ഈ നേട്ടത്തിന് അർഹത നേടിയത്. 100% ഭരണഘടനാ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് തിരുവനന്തപുരത്തെ മലയൻകീഴ് മാധവകവി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ്. ആദ്യം നമ്മൾ ഭരണഘടനാ ക്ലബ്ബ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. കുട്ടികളെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തത്. ടീച്ചേഴ്സും കുട്ടികളും NSS പ്രോഗ്രാം ഓഫീസേഴ്സും എല്ലാവരും കൂടി അവിടെ കഠിന പ്രയത്നത്തിനൊടുവിൽ നമുക്കിങ്ങനെ ഒരു അംഗീകാരം കിട്ടുകയാണ് ചെയ്തത്. ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആക്കിയതിന്റെ ഭാഗമായി 1 വർഷത്തെ പ്രോഗ്രാംസാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്, റാലി നടത്തുന്നുണ്ട്, മറ്റനേകം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതിൻ്റെ ഒരു ആദ്യത്തെ പടിയിൽ മാത്രമേ ഞങ്ങൾ നിൽക്കുന്നുള്ളൂ. വീണ്ടും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. കോളേജിലെ NSS യൂണിറ്റിന്റെയും കസ്തൂർബ ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും കൂട്ടായ പ്രവർത്തനമാണ് കോളേജിന്റെ ഈ നേട്ടത്തിനു പിന്നിൽ. കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പാർലമെന്റ് അഫയേഴ്സിന്റെ വിദഗ്ധരായിട്ടുള്ള വ്യക്തികളിൽ നിന്നുള്ള ക്ലാസ് ലഭിക്കും. ആ ക്ലാസ് ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ കോളേജിലുള്ള ഓരോ ക്ലാസ് മുറികളിലും കയറി ഇറങ്ങി ഭരണഘടനയെക്കുറിച്ചും അതിൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും മൗലിക തത്വങ്ങളെക്കുറിച്ചും ക്ലാസ് കൊടുക്കുകയും ഭരണഘടനയെക്കുറിച്ചുള്ള ഒരുപാട് അവയർനെസ് കിട്ടുന്ന തരത്തിൽ വിദ്യാർത്ഥികൾ അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ക്ലാസ് കൊടുത്തു. കോളേജിന്റെ വിവിധ ക്ലാസ് മുറികളിലും വരാന്തകളിലും ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ പ്രിയാമ്പിൾ പതിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വോളണ്ടിയേഴ്സും കൂടെ ചേർന്ന് എൻ്റെ കോളേജിൽ ഒരു വലിയൊരു ക്യാമ്പയിനും സെമിനാർ പ്രോഗ്രാംസും ഒക്കെ നടത്തിയിട്ടാണ് നമ്മുടെ കോളേജിനെ കംപ്ലീറ്റ്ലി ഒരു ഭരണഘടനാ സാക്ഷരത കോളേജായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി മുന്നോട്ട് പാർലമെന്ററി അഫയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത്. നമുക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ഭരണഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരു മാതൃകയാണ് ഈ കോളേജും ഇവിടുത്തെ പ്രവർത്തനങ്ങളും. ക്യാമറാമാൻ മുരുകനൊപ്പം അരുണിമ കൃഷ്ണൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.